ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ താണ്ടെ ഇതിപ്പോൾ ഉച്ച സമയമായിട്ട് എന്താണ് ഇവിടെയൊക്കെ നല്ല വെയിലൊന്നും തെളിഞ്ഞിട്ടില്ലാണ്ടോ. വിൻ്റർ സീസൺ തുടങ്ങിയതിൻ്റെ ഒരു ലക്ഷണമാണ്. അതേപോലെ താണ്ടെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആ അരുവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം വറ്റിയിട്ട് വെള്ളമൊന്നുമില്ല. ഇവിടെ ഒരു അപ്പൂപ്പനൊക്കെ ഇറങ്ങി നിന്ന് മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉച്ച സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാമറയൊക്കെ എടുത്ത് ചാടി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു സിംഗിൾസ് ഡേയുടെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇവിടെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ കയറി നോക്കുക. അപ്പം ചൈനയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഈ സിംഗിൾസ് ഡേ എന്ന് പറയുന്നത്. അപ്പം ഇഷ്ടംപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്നും കാര്യമില്ല. അതെല്ലാം ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കയറി നോക്കുക. അപ്പം അന്ന് ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിങ്ങിൻ്റെ ദിവസം ഒന്നും പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ എന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ വ്ളോഗിങ് തുടങ്ങിയപ്പോഴല്ല, ഒത്തിരിയും കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഒരു ക്യാമറ വാങ്ങിക്കണം എന്നുള്ളത്. ഒരു G7X ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അത് മാറി M50 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് GoPro കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ ഒരു GoPro കൈകൊണ്ട് പോലും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം GoPro കണ്ടപ്പോഴത്തേക്കും GoPro അങ്ങ് ഇഷ്ടപ്പെട്ട് Hero7 വാങ്ങിക്കാനുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും അന്നുണ്ടെങ്കിൽ ദാണ്ടെ അടുത്ത ന്യൂസ് വരുന്നത് Hero8ൻ്റെ ലോഞ്ചാണ്. അപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്തായാലും Hero8 എടുക്കുന്നുള്ളതെന്ന് വിചാരിച്ചു. Hero8 എടുക്കാം. അപ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസയൊക്കെ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ കൂട്ടി അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് പോലെ കുറച്ച് പൈസ ഇവിടെ ഒരിടത്തു നിന്നും കിട്ടി. അത് ഞാൻ സോഴ്സൊന്നും പറയുന്നില്ല, കള്ളപ്പണമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഐഫോൺ എടുത്ത്, അത് കഴിഞ്ഞിട്ട് ഇപ്പം GoPro എടുത്ത്. അപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ കസിൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ തമാശയായിട്ട് ചോദിക്കാറുണ്ട്, നിനക്കവിടെ വല്ല കള്ളക്കടത്ത് വല്ല ആണോടാ പണിയെന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ കള്ളക്കടത്തൊന്നും അല്ല ഇതോട്ടോ, കുറച്ച് അല്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഇതായിട്ട് കിട്ടിയതാണ്. അപ്പം അങ്ങനെ പൈസ കിട്ടിയപ്പോഴത്തേക്കും വിചാരിച്ച് എന്നാൽ പിന്നെ GoPro എടുക്കാമെന്ന്. അപ്പോഴത്തേക്കും കൊണ്ട് ദേണ്ട 11 വരുന്നു. സിംഗിൾസ് ഡേ വന്നപ്പോഴത്തേക്ക് ഷോപ്പിംഗ് ആയിരുന്നു. ഷോപ്പിങ്ങിൻ്റെ ഇതായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഓഫർ കിട്ടി. GoPro ആണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടി. അപ്പം ഞാൻ GoPro അങ്ങ് എടുത്ത്. GoPro എടുത്തതിൻ്റെ കൂടത്തിൽ തന്നെ ഒത്തിരിയും വേറെ ചെറിയ ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ എടുത്ത്. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് എന്തായാലും അപ്പം നമ്മുടെ GoPro തന്നെ ആദ്യമേ ഇതാക്കാം. എന്താണ്ടേ ഇത്രയും വലിയൊരു ബോക്സിനകത്ത് നമ്മുടെ GoPro വന്നത്. എന്തായാലും ഈ സാധനം തന്നെ നമുക്ക് ആദ്യമേ അൺബോക്സ് ചെയ്യാം. പേനുണ്ട്, കുത്തിപ്പിടിക്കാം. ഗൈസ്, അപ്പം നമ്മുടെ GoPro ദാണ്ടെ അവർ നല്ല പാക്കിങ്ങിലൊക്കെയാണ് ദാണ്ടെ ചുറ്റും ബബിളൊക്കെ വെച്ച് പാക്ക് ചെയ്തൊക്കെയാണ് തന്നേക്കുന്നത്. ഇതേ ഞെക്കി പൊട്ടിക്കുന്ന സാധനമൊക്കെ തന്നിട്ടുണ്ട്. യെസ്, അവർ GoPro. യെസ് ഗൈസ്, ദാണ്ടെ GoPro കിട്ടി. GoPro കിട്ടി ദാണ്ടെ. അയ്യോ, ഈ സാധനം ഒന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളായിട്ട് കാത്തിരിക്കുമെന്നറിയോ ഗൈസ്. അപ്പോൾ GoPro കിട്ടി. ഇതിൻ്റെ കൂടെ ഒരു ബില്ല് വെച്ചിട്ടുണ്ട് അവർ. ഗൈസ്, അപ്പോൾ ദാണ്ടെ നല്ല വൃത്തിക്ക് പാക്കൊക്കെ ചെയ്തിട്ടാണ് സാധനം വന്നത്. നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം. അപ്പം GoPro Hero8 ബ്ലാക്ക് കളറ്. അപ്പം GoProയുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഇവിടെ ഓൺലൈൻ വഴി വാങ്ങിച്ചാണ്. ഓൺലൈൻ വഴിയാണെങ്കിലും GoProയുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് തന്നെ നമ്മളെടുത്തത്. ചൈനീസ് RMBയിൽ ഏകദേശം 3000 ആയി. 3000 എന്ന് പറയുന്നത് നാട്ടിലെ 30,000 റുപ്പീസ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഫ്ലിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 36,500 ആ റേറ്റിലായിരിക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും നല്ല റേറ്റ് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ അവർ ഹൈപ്പർ സ്മൂത്ത് 2.0 ഒക്കെ കൊടുത്തിട്ടുണ്ട്. അകത്ത് GoPro ഇരിപ്പുണ്ട്. നമുക്കന്നേരം തുറക്കാം. അകത്തുനിന്നൊരു ബോക്സ് ഉണ്ട്. ബോക്സ് അല്ല, മൊത്തത്തിൽ ഇങ്ങ് വരുന്നത്. ഇതപ്പം ദാണ്ടെ GoProയുടെ കവർ ഞാൻ എന്തായാലും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദാണ്ടെ നമ്മുടെ ക്യാമ് കണ്ടില്ലേ. ഇതിങ്ങോട്ട് തുറക്കുമ്പോൾ ഇതിനകത്തൊന്നും ഇല്ലേ. ഉണ്ട് ഗൈസ്. ദാണ്ടെ ബാറ്ററി, ഒരു നീല ബാറ്ററി ഉണ്ട്, നീലയും കറുപ്പും കൂടെ ആയിട്ടുള്ള. നമ്മൾ 7, 6 എല്ലാം സെയിം ടൈപ്പ് ബാറ്ററിയാണ് കേട്ടത്. അതെന്തെങ്കിലോട്ട്. പിന്നെ അതാണ്ട് ഒരു കേർഡ് മൗണ്ട് ഒരെണ്ണമുണ്ട്, ഗമ്മൊക്കെ വെച്ചിട്ടുള്ള സാധനം. ഒരു USB-C ടൈപ്പ് കേബിളുണ്ട്. അപ്പം ഇതിത്രയാണ് എൻ്റെ ബോക്സിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഇപ്പുറത്ത് താണ്ടെ GoPro പ്ലസിൻ്റെ ഒരു കാർഡ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് വേറെ എന്തോ ഉള്ളത്. അതാ വന്ന് ഞാൻ നോക്കിയതാ GoProയുടെ സ്റ്റിക്കറൊക്കെ എവിടെ പോയെന്ന്.
ഇതിനകത്തൊരു യൂസർ മാനുവലാണ് ഇതാണ്ടേ. പിന്നെ ഇതേണ്ട കിട്ടി ഗോപ്രോയുടെ സ്റ്റിക്കർ. ഈ സാധനം ഒരെണ്ണം വണ്ടിയിൽ ഒട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം 2 സ്റ്റിക്കർ തന്നിട്ടുണ്ട്, 2 വണ്ടിയിൽ ഒട്ടിക്കാം. ഒരു ബുക്ക് അതിലോട്ട്. ഇതാണ്ട് ഇനിയാണ് നമ്മുടെ ഗോപ്രോ. യെസ്, അങ്ങനെ സാധനം കയ്യിൽ കിട്ടി. ഇവനാണ് അപ്പോൾ ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക്. കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിക്ക് ഇരിപ്പുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാധനം, ഒരു ഗോപ്രോ കയ്യിലെടുത്ത് പിടിക്കുന്നത്. ഇതിങ്ങനെ ഊരാമെന്ന് നമ്മളെവിടെയോ കണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഊരി. അത് ഊരിയപ്പോഴത്തേക്കും ഇത് നമ്മുടെ കയ്യിലെത്തി. ഇതിവിടെ വച്ചേക്കാം. ആണ്ടേ, എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു ഇത് എത്രയും കാണുമെന്ന് ഗോപ്രോ. ദാ ഈ കൈ അങ്ങോട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ അകത്തിരിക്കും. എൻ്റെ കയ്യിൽ പിന്നെ സ്പേസ് ഉണ്ട് ഇതിരുന്നിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഗോപ്രോ ഹീറോ 8ൻ്റെ പ്രത്യേകത കേട്ടോ. ഈ 2 സാധനങ്ങൾ, ഈ 2 മൗണ്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് താണ്ടേ ഇങ്ങനെ ആക്കാം. മറ്റേ ഗോപ്രോ ഹീറോ 7 ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണലി ഒരു സാധനവും കൂടെ ഇങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ മൗണ്ട് ചെയ്യാനൊക്കെ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഇതാണ് ഗോപ്രോ ഹീറോ 8 സാധനം. എന്തായാലും ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. ഞാൻ ഉപയോഗിക്കാതെ ഞാൻ എന്തോ റിവ്യൂ പറയാനല്ലേ. എന്തായാലും വൃത്തിക്കൊന്ന് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ നമ്മുടെ ഗോപ്രോയുടെ അൺബോക്സിങ് കഴിഞ്ഞ് സാധനം ഞാൻ എന്താണ് ഇങ്ങോട്ട് മാറ്റി വെച്ച്, ഇവിടെ കിടന്ന പ്ലാസ്റ്റിക് എല്ലായിടത്തും മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്തോ എടുക്കണം. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെസ്ലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഗോപ്രോയുടെ ടെമ്പേർഡ് ഗ്ലാസ് ആട്ടോ. ഞാൻ ഗോപ്രോ ഓർഡർ ചെയ്ത സമയത്ത് തന്നെ ടെമ്പേർഡ് ഓർഡർ ചെയ്ത്. അതുകൊണ്ട് ഇവിടെ ഈ ഫ്രണ്ടിലത്തെ നമ്മുടെ ക്യാമിനും വരും, ബാക്കിലത്തെ ആ ഡിസ്പ്ലേക്കും വരും. അങ്ങനെ 2 ടെമ്പേർഡ് വരുന്ന ഒരു കേസായത്, 2 ടെമ്പേർഡും കൂടെ വരുന്നൊരു സംഭവം. അപ്പം ഇത് വന്നിട്ട് എനിക്ക് എത്ര 15 രൂപയായി, ഏകദേശം 15-14 ഉണ്ടായി. നാട്ടിൽ ഏതാണ്ട് 140-150 രൂപയായി. അപ്പം അത് ഞാൻ ഗോപ്രോയുടെ കൂടെ ഓർഡർ ചെയ്തതാണ്. ഇതെന്തായാലും നമുക്ക് തുറന്ന് നോക്കുന്നില്ല, അത് ഞാൻ എന്തായാലും ഡയറക്റ്റ് അങ്ങ് ഒട്ടിക്കാമെന്ന് വിചാരിക്കുക. അതവിടെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് നമ്മുടെ iPhone 8ൻ്റെ കവറാണ്. ഫോൺ എന്തെന്ന് ചോദിക്കരുത്, ഫോണിനകത്തില്ല. കണ്ടില്ലേ, ഫോണില്ല. ഈ ഫോണിനകത്താണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വാങ്ങിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ച, പുള്ളിക്കാരൻ പൈസ തന്ന് അങ്ങനെ ഞാൻ വാങ്ങിച്ച. ഇതും 11 അതിൻ്റെ കൂടെ അങ്ങ് വാങ്ങിച്ച. അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ വന്ന സ്ഥിതിക്ക് ഞാൻ അതിനകത്ത് വീഡിയോ അവൻ പറഞ്ഞ് കുഴപ്പമില്ല ഉപയോഗിച്ചൊക്കെ നോക്കിയിട്ട് മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതെന്തായാലും നാട്ടിലോട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് എടുത്തിയ. ചൈനയിൽ നിന്ന് എടുത്തതിൻ്റെ കാര്യം പറയാം. iPhone 8 Plus നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 60,000 രൂപ എങ്ങനെ പോയാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. 256 GB. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് എനിക്കത് 40,000 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ അത്രയും ഒരു പ്രൈസ് റേഞ്ച് വ്യത്യാസമുള്ളതുകൊണ്ട് ഇവിടുന്ന് എടുത്ത് അയക്കാൻ പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉപയോഗിച്ച് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉപയോഗിച്ച് നോക്കി വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ പോയിട്ട് പിന്നെ ഈ സാധനം എന്തെങ്കിലും പ്രശ്നമൊന്നും വരത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു 7 ഡേയ്സിനുള്ളിൽ കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാ സംഭവവും സെറ്റാവല്ലോ. അപ്പോഴത്തേക്കും അത്. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതേണ്ട ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പൊട്ടിച്ച് നോക്കിയതായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് 3 ടെമ്പേർഡ് ഗ്ലാസ്സാണ്. 3 ടെമ്പേർഡ് ഗ്ലാസ്, ഐഫോണിൻ്റെ 3 ടെമ്പേർഡ് ഗ്ലാസ് വന്നിട്ട് ഇത് കണ്ടില്ലേ, ഒരു ബ്ലൂ ടിൻറ്റ് വരുന്ന ടെമ്പേർഡ് ഗ്ലാസ്സാണ്. ഇത് 3 എണ്ണം വന്നിട്ടുണ്ട്. 3 എണ്ണം ഒറ്റ പാക്കായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ. ഈ 3 എണ്ണം കൂടെ ചേർത്ത് എനിക്ക് നാട്ടിൽ 100 രൂപയേ ആയുള്ളൂ. ഇത് ഓഫറിന് കിട്ടിയതാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഇതിനെക്കാട്ടി റേറ്റ് ആവണ്ടേ. നാട്ടിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഇടയ്ക്ക് വെച്ച് തറയെ വീണ് ടെമ്പോടൊന്ന് മാറ്റിയപ്പോഴത്തേക്ക് എനിക്ക് 200 രൂപ പോയായിരുന്നു. ഇത് അന്നേരത്തേക്കും 3 എണ്ണം നമ്മുടെ നാട്ടിൽ 100 രൂപയ്ക്ക് കിട്ടിയതാണ്. പിന്നെ ഇത് വന്നിട്ട് ഇതെന്തോന്ന് പൊട്ടിച്ച് നോക്കണം, എനിക്കറിയത്തില്ല. ഇത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്ന വേർഷനാണ് കേട്ടോ. 128 GB. ഇത് നമ്മുടെ ഗോപ്രോയിൽ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ. ഈ എക്സ്ട്രീം എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഫയൽ ഷെയർ ചെയ്യാനും ആ ഒരു റെക്കോർഡിങ്ങിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രീം വേർഷൻ വന്നിട്ട് ഇത്തിരി കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ സാധാ SD കാർഡിനെക്കാട്ടി നല്ല സ്പീഡുണ്ട് ഈ സാധനത്തിന്. 160 Mbps ഇവർ പറയുന്നത്, എന്നാലും അത്യാവശ്യം സ്പീഡ് കാണും. പിന്നെ ഒരു അഡാപ്റ്ററും കൂടെ അവർ തന്നിട്ടുണ്ട്. ഇതിന് വന്നിട്ട് 128 GB ഇവിടെ 128 TN ആയി. 128 TN എന്ന് പറയുമ്പോൾ നാട്ടിൽ 1300 രൂപയായി. പിന്നെ ഉള്ളത് ഈ സാധനം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിക്കാം. കണ്ടില്ലേ,
പിസൻ്റെ പവർ ബാങ്ക്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സാധനം തന്നെയല്ലേ അതെന്ന്. കണ്ടോ, രണ്ട് സെയിം ഐറ്റമാണ്, കളറ് സെയിം തന്നെയാണ്, ബ്ലാക്ക് കളറ്. ഇത് പുതിയ സാധനം. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 mAh ആണ് സാധനം. 20,000 mAh ആണ്. ഇവിടെ ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വന്നിട്ട് 130 yen. 130 yen എന്ന് പറയുമ്പോൾ നാട്ടിൽ 1300 1400 രൂപ വരും. ഇതിപ്പോൾ വന്നിട്ട് ഓഫറിന് എനിക്ക് 100 yen കിട്ടി. 100 yen എന്ന് പറയുമ്പോൾ 1000 രൂപ. നാട്ടിൽ സാധാരണ പവർ ബാങ്ക് ഒക്കെ എല്ലാവരും ഫ്ലിപ്പിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ സാധനം വന്നിട്ട് ഇതിൻ്റെ 20,000 mAh ഉണ്ട്. അത് 1000 രൂപയ്ക്കെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ലാഭമാണ്. പിന്നെ ഈ സാധനം ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ വാങ്ങിച്ച, ഇപ്പം ഞാൻ 5th ഇയർ ആയി. ഇതുവരെ ഇതിനൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ചാർജ് ഇല്ലാതിരിക്കുക. അത് ഞാനാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് ഇപ്പോൾ ചാർജില്ല, 0% ഇരിക്കുക. ഇത്തിരി ഹെവി ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാധനം ഇപ്പോൾ ഇവിടെ എല്ലാവരും എടുക്കുന്നുണ്ട്. ഈ ഓട്ടോ ഞാൻ നാട്ടിലാണെങ്കിൽ ഇതൊരു 2 എണ്ണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സാധനം അപ്പം നമുക്ക് അടുത്തൊരു സാധനം കൂടെ ഉണ്ട്. വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. തീർന്നു, എല്ലാം ഇത്രയേ ഉള്ളൂ. ഇതും കൂടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതാണ്ട് ഇതാണ് സാധനം. ഇതൊരു മിനി മസാജറാണ്. ഇത് നമ്മുടെ ബോഡി പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഐറ്റമാണ്. ഇത് ഉപയോഗിക്കുന്നത് ചാർജ് ഇത് കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഓണായി കാണിച്ചു തരാമായിരുന്നു. അന്നേരം ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല സത്യം പറഞ്ഞാൽ. അന്നേരം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് GoPro എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇതുകൂടി ഇങ്ങ് കിട്ടി. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നേ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മുടെ അൺബോക്സിങ് വീഡിയോ അപ്പോൾ താണ്ട് ഇവിടെ വെച്ച് ഞാൻ നിർത്തുക. ഞാൻ സാധനം എല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ കയറ്റി. ഇനിയിപ്പോൾ പോയിട്ട് എന്തോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ആ GoPro ഒന്ന് നേരെ പണിഞ്ഞ് ശരിയാക്കി എടുക്കണം. എനിക്ക് ഇതുവരെ അതിൻ്റെ പരിപാടികളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് സംഭവം എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കണം. പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഇടും. സംഭവം എനിക്കെല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഇടാം. അപ്പം ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയ്ക്കകത്ത്. ഇതുവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഇതിന് മുമ്പേ ഉള്ള വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി നോക്കുക. നമ്മുടെ ചാനലിൽ ബാക്കി വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.